വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ്. ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ്. ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ്. അധികം വൈകാതെ അത്തരം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കത്തേ ഉള്ളൂ. മാത്രമല്ല ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ സെബി ചെയർപേഴ്സന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ മിണ്ടിയിട്ടില്ല. പക്ഷെ BJP എന്നല്ല പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ താറടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കോൺസ്പിറസിയാണെന്നാണ്. ഇന്ന് എന്നു മുതൽ അഴിമതി ഒരു സ്ലോഗന്റെ ഭാഗമായി മാറുന്നത്. അല്ല, ഇത് സത്യത്തില് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഹിൻഡൻബർഗിന്റെ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? അത് രാജ്യദ്രോഹമായിട്ട് എങ്ങനെ കാണുന്നത്? രാജ്യദ്രോഹം നടത്തുന്ന ഇവരല്ലേ? രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തക്കവണ്ണം സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്തരം വലിയ ആരോപണത്തിന് വിധേയമാകുമ്പോൾ ഇതിന് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം കോടതി കേസെടുത്തതാണ്. സുപ്രീം കോടതി കേസെടുത്തപ്പോൾ സുപ്രീം കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത്. അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? സുപ്രീം കോടതിയിൽ മറച്ചുവെച്ചു കാര്യങ്ങൾ എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സെബിയുടെ ചെയർപേഴ്സണ് നിക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചുവെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ട സുപ്രീം കോർട്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി മാറുകയാണ്. അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു, ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു JPC അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും. JPC ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും. മാത്രമല്ല ഇതിന്റെ പുറത്ത് വന്നപ്പോ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ED നോട്ടീസ് അയക്കുകയാണെന്ന്. വിഷയം തിരിച്ചുവിടാനാണ്. ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവതരം മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഡാനി ന്യായീകരിക്കുന്നത്. ഇത്രയും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതി വീർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിന്റെ പേരിൽ രാജ്യത്താകമാനം കോളിളക്കം ഉണ്ടായിട്ട് പാർലമെന്റിലടക്കം കോളിളക്കം ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആള് തന്നെ ഇപ്പം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇത് അങ്ങേയറ്റത്തെ വിശ്വാസം തകർക്കുന്ന കാര്യമാണ്. അത് സംശയമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. അവർ നിയമപരമായി ചെയ്യേണ്ട ചെയ്തോട്ടെ. ഇത് വിഷയം മാറ്റാനുള്ള ഈ ശ്രമങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. ഇത്രയും വലിയ കാര്യത്തിൽ താല്പര്യമില്ല കേരള മീഡിയക്ക്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ വിചാരിച്ചത് ആദ്യം നിന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതായിരുന്നു. ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതല്ലേ? എത്ര 10,000-കണക്കിന് ആളുടെ ഓഹരിയാണ് നിക്ഷേപമാണ് ഇതിനകത്തുള്ളത്. അതല്ലേ സ്റ്റേക്ക് ആയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് അവരെ പ്രോത്സാഹിപ്പിക്കും, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യല്ലേ. എന്നിട്ട് ഇപ്പോഴും രാജിവെക്കുന്നില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചും ഇതാണ് രാജ്യത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നം.
ഈ പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് മാത്രമല്ല, നേരത്തെയും ഈ സെബിയുമായിട്ട് മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ അദാനി ഗ്രൂപ്പായിട്ട് ടെക് കമ്പനികളുടെ അതാണ് ഞാൻ പറഞ്ഞത്. വന്നിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഒരു നടപടിയും പിന്നീട് ആ കാര്യത്തിൽ കോടതിയിൽ വന്നല്ലോ. കോടതി വന്ന അതാ പറഞ്ഞ കോടതി എന്നിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിനെയാണ് ശരിവച്ചത് സുപ്രീം കോടതി. ആ സെബിയുടെ ചെയർപേഴ്സന് ഇതിൽ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആരാണ് കള്ളനെ തന്നെ കാപ്പോലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു? വേലി തന്നെ വിളവ് നിന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായത്. ആ കള്ളന് താക്കോലേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നടപടി സ്വീകരിച്ചിട്ടാണ് സുപ്രീം കോടതി അന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ട് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സോമോട്ടോ കേസെടുക്കേണ്ടതാണ്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സോമോട്ടോ കേസെടുക്കേണ്ടതാണ്. അല്ല, അതിന്റെ നിയമവശങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? പരമോന്നത നീതിന്യായ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ഓഹരിയിൽ അവരെ സങ്കടത്തിലാക്കുക എന്ന് പറയുന്നത്, ഇനി സർക്കാർ പൂർണ്ണമായും കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഇത് ഉന്നയിക്കുന്നത്, ഈ വലിയ ക്രമക്കേട്, ഈ അഴിമതി ഉന്നയിക്കുന്നത്. അപ്പൊ ഇവർ ആർക്ക് വേണ്ടി ആക്കുന്നത്? സർക്കാരിന്. അതല്ലേ ഞാൻ പറഞ്ഞത്. JPC അന്വേഷിക്കുന്നത്, JPC എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളായിരിക്കും അത് ചെയർമാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, JPCയുടെ മുന്നിൽ എല്ലാ രേഖകളും വരും. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ആകുമ്പോൾ ഒരു രേഖയും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് JPC എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഭൂരിപക്ഷം അവർക്കായിരിക്കും, ചെയർമാൻ അവരായിരിക്കും. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? അപ്പൊ എന്തോ ഭയപ്പെടാനുണ്ടല്ലോ അതിനകത്ത്. പക്ഷെ ഇത് രാജ്യം അറിയേണ്ട വസ്തുതയാണ്, രാജ്യം അറിയേണ്ട ആവശ്യമാണ്. ഇത് അറിയിക്കുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോകും.